ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 അച്ച് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 200 ഗ്രാം ശർക്കരയാണ് ഉണ്ടാവുക. ഇനി ഇത് മെൽറ്റ് ആവാൻ വേണ്ടി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ലവണ്ണം ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പൊ ഇതാ ശർക്കര ഇവിടെ നല്ലവണ്ണം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു നൂൽ പരുവൊന്നും ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇതിലെ കരടൊക്കെ കളയാൻ വേണ്ടി ഒരു അരിപ്പ വെച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു നെയ്യ് നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കാഷ്യൂ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ഇതാ കാഷ്യൂവിന്റെ കളർ ഇവിടെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കിസ്മിസ് ഒന്ന് വീർത്ത് വരുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഒരു കാഷ്യൂവും കിസ്മിസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അളവൊന്നും പറയാത്തത്. ഇപ്പൊ ഇതാ കാഷ്യൂവും കിസ്മിസൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇനി വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗീ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു നേന്ത്രപ്പഴം നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഈ ഒരു നേന്ത്രപ്പഴം നല്ലവണ്ണം കുക്കായി വരുന്നത് വരെ ഇതിങ്ങനെ വഴറ്റിയെടുക്കണം. ഇപ്പൊ ഇത് കണ്ടോ, ഇത് ഈ നേന്ത്രപ്പഴം നല്ലവണ്ണം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കാം. ചെറിയ ചെറിയ പീസുകളെല്ലാം ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഇത് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പൊ ഇതാ ഈ ഒരു നേന്ത്രപ്പഴം ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ തേങ്ങ നേന്ത്രപ്പഴമായിട്ട് നല്ലവണ്ണം യോജിച്ച് വരുന്നത് വരെ ഇതിങ്ങനെ മിക്സ് ആക്കി കൊടുക്കണം. ഇപ്പൊ നമ്മുടെ തേങ്ങയും നേന്ത്രപ്പഴമൊക്കെ നല്ലവണ്ണം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളം നല്ലവണ്ണം വറ്റി ഈ ഒരു തേങ്ങയും നേന്ത്രപ്പഴവും നല്ലവണ്ണം കുക്കായി വരുന്നത് വരെ ഇതിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ് കേട്ടോ. അപ്പൊ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു പഴത്തിൽ ഈ ഒരു ശർക്കരയുടെ മധുരമൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു മിക്സ് ഇവിടെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഇതിന് നല്ലൊരു മണമായിരിക്കും. നമ്മൾ ഇതിൽ ഏലക്കാപ്പൊടിയും ജീരകത്തിന്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ഇവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ കൂടെ തന്നെ വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പുട്ടുപൊടിയൊക്കെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂം കിസ്മിസും അതിന്റെ നെയ്യോട് കൂടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ല ലോയിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മളെ ശർക്കരപ്പാനി പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോകും. നമ്മൾ ഇതിൽ റവയാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം വലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലൊരു മെയിൻ കാര്യം ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മധുര പലഹാരം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം.
അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇത് ഉപ്പ് എല്ലാവിടെയും എത്താനുള്ള പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഏലക്കാപ്പൊടിയും ജീരകത്തിന്റെ പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഉപ്പ് എല്ലായിടത്തും നല്ല പെർഫെക്റ്റ് ആയിട്ട് പിടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഈ ഒരു പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയ ശേഷം, അതായത് നമ്മുടെ കൈ കൊണ്ട് തൊടാനുള്ള പാകത്തിന് ചൂടാറിയ ശേഷം നമുക്കിത് വാഴ ഇലയിലൊന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഒരു വാഴ ഇല ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഈ ഒരു മാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു വാഴ ഇല ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. ഇനി ലാസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ പ്രസ് ചെയ്ത് കൊടുക്കരുത്, ചെറുതായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ മാവ് മുഴുവനും ഞാനിതുപോലെ വാഴ ഇലയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം നല്ലവണ്ണം തിളച്ച് ഇതുപോലെ ആവി നല്ലവണ്ണം പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള മാവ് മുഴുവനും ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് മുഴുവനും ഞാനിതിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രം അടച്ച് വെച്ച് 20 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമുക്ക് ഈ പാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ ഇതാ ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇതൊരു നാടൻ സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതേപോലെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.